ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ഓരോ ഗ്രഹങ്ങൾക്കും അധിപന്മാരായി ഓരോ ദേവതകളെ പ്രതിപാദിച്ചിരിക്കുന്നു. ശനിഗ്രഹത്തിന്റെ ദേവതയായി കൽപ്പിച്ചിരിക്കുന്നത് ശനിദേവനെയാണ്. ശനിയെ ഭയപ്പെടേണ്ട ഒരു ദേവതയായാണ് എല്ലാവരും കാണുന്നത്. എങ്കിലും മനുഷ്യരെ ധർമ്മത്തിന്റെയും അച്ചടക്കത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പാതയിലേക്ക് നയിക്കുന്ന ഒരു ഗുരുവാണ് അദ്ദേഹം. പാപത്തിലേക്കും വഞ്ചനയിലേക്കും വഴിതെറ്റുന്നവരെ മാത്രമേ അദ്ദേഹം ശിക്ഷിക്കുകയുള്ളൂ. അതേസമയം നീതിമാന്മാരെ സമൃദ്ധിയും സ്ഥിരതയും നൽകി അനുഗ്രഹിക്കുന്നു. ശനിദേവൻ സൂര്യഭഗവാന്റെയും ഭാര്യ സപ്ഞയുടെയും അംശമായ ഛായയുടെയും മകനാണ്. സൂര്യദേവന്റെ താപം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ മായാവിദ്യയിൽ അഗ്രഗണ്യയായ സപ്ഞാദേവി തന്റെ നിഴലായ ഛായയെ തന്റെ രൂപത്തിൽ പരിണമിപ്പിച്ച് ഭർത്താവായ സൂര്യദേവന്റെയും പുത്രന്മാരുടെയും സംരക്ഷണമേൽപ്പിച്ച് പിതാവായ വിശ്വകർമാവിന്റെ അടുത്തേക്ക് പോയി. എന്നാൽ സൂര്യദേവന് അത് യഥാർത്ഥത്തിലുള്ള സപ്ഞയല്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നാളുകൾക്കു ശേഷം അവരുടെ സമാഗമത്തിലൂടെ ഛായാദേവി ഗർഭം ധരിച്ചു. ഗർഭകാലത്ത് ഛായ ശിവഭഗവാനെ കഠിനമായി തപസ് ചെയ്തു. സൂര്യനു കീഴിൽ തണലില്ലാതെ ഇരിക്കുകയും ദിവസങ്ങളോളം ഉപവസിക്കുകയും ചെയ്തു. തപസ്സിനൊടുവിൽ പരമേശ്വരൻ പ്രീതനായി എങ്കിലും അത് അവളുടെ ഗർഭത്തിലെ കുഞ്ഞിനെയും സ്വാധീനിച്ചു. അങ്ങനെ ശനി ഇരുണ്ട നിറത്തോടെ ജന്മമെടുത്തു. എന്നാൽ ഇത് സൂര്യദേവന്റെ അപ്രീതിക്ക് കാരണമായി. വളർന്നപ്പോൾ ശനി ശിവഭഗവാന്റെ ഭക്തനായി തീരുകയും അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം ശിവാനുഗ്രഹത്താൽ അപാരമായ ദിവ്യശക്തികൾ നേടി. ശനിദേവനെ കറുപ്പോ നീലയോ വസ്ത്രം ധരിച്ചും ത്രിശൂലം, വാൾ, വില്ല്, അമ്പ് എന്നിവ കൈകളിൽ പിടിച്ചും ഒരു കാക്കയുടെ മുകളിലും ഇരിക്കുന്ന രൂപത്തിലുമാണ് കാണപ്പെടുന്നത്. അദ്ദേഹത്തിന് നീലിമ, ദാമിനി എന്നിങ്ങനെ 2 ഭാര്യമാരാണ് ഉള്ളത്. ഒരിക്കൽ ദാമിനി ഒരു സന്തതിക്കായി ആഗ്രഹിക്കുകയും ശനിദേവനോട് തന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ശിവനെ ധ്യാനിച്ച് അതിൽ മുഴുകിയിരുന്ന അദ്ദേഹം ദാമിനിയെ ശ്രദ്ധിച്ചതേയില്ല. കോപാകുലയായ ദാമിനി തന്നെ ഒന്ന് നോക്കുകയോ ശ്രദ്ധിക്കുകയോ പോലും ചെയ്യാത്ത ശനിദേവൻ ഇനി ആരുടെയൊക്കെ നേരെയാണോ ദൃഷ്ടി പതിപ്പിക്കുന്നത് അവർക്ക് ദൗർഭാഗ്യവും കഷ്ടപ്പാടും നേരിടേണ്ടി വരുമെന്ന് ശപിച്ചു. ധ്യാനത്തിൽ നിന്നും പുറത്തുവന്ന ശേഷം ശനി തന്റെ ഭാര്യയായ ദാമിനിയോട് ശാപം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അത് തിരികെയെടുക്കാൻ കഴിയില്ലെന്ന് അവൾ പറഞ്ഞു. അന്നു മുതൽ തന്റെ ഭക്തരെ സംരക്ഷിക്കുന്നതിനായി ശനി തന്റെ നോട്ടം തലകുനിച്ച് താഴേക്ക് തന്നെ വെക്കാനായി തീരുമാനിച്ചു. ശനി ഭഗവാനും ഹനുമാനും തമ്മിൽ ശക്തമായ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. ത്രിലോകങ്ങൾ വാണ രാവണൻ തന്റെ പുത്രനായ മേഘനാഥൻ ജനിച്ചപ്പോൾ തന്റെ കുഞ്ഞിന് ഗ്രഹങ്ങളുടെ അശുഭകരമായ സ്വാധീനമുണ്ടാകാതിരിക്കാൻ നവഗ്രഹങ്ങളെയും ബന്ധിച്ച് തന്റെ കൊട്ടാരത്തിൽ ഒളിപ്പിച്ചു. സീതാന്വേഷണത്തിനായി ലങ്കയിലെത്തിയ ഹനുമാൻ ശനി ഭഗവാന്റെ നിലവിളി കേട്ട് അദ്ദേഹത്തെ രാവണന്റെ തടവിൽ നിന്നും മോചിപ്പിച്ചു. നന്ദി സൂചകമായി ശനിദേവൻ ഹനുമാനെ അനുഗ്രഹിക്കുകയും ഹനുമാന്റെ ഭക്തരെ തന്റെ സ്വാധീനത്താൽ അസ്വസ്ഥരാക്കില്ല എന്നും അദ്ദേഹം വാക്കു നൽകി. അതിനാൽ ശനിയാഴ്ചകളിൽ ഹനുമാനെ ആരാധിക്കുന്നവർ ശനിയുടെ സ്വാധീനത്തിൽ നിന്നും മുക്തരാകും എന്ന് വിശ്വസിക്കപ്പെടുന്നു. ശനിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥ പിപലാദ മഹർഷിയുടേതാണ്. അദ്ദേഹം ദധീചി മഹർഷിയുടെയും സുവർച്ചയുടെയും മകനായിരുന്നു. ദധീചി മഹർഷിയുടെ മരണശേഷം സുവർച്ച പുത്രനെ ഒരു ആൽമരച്ചുവട്ടിൽ ഉപേക്ഷിച്ചു. അവൻ വളർന്നപ്പോൾ തന്റെ ദൗർഭാഗ്യങ്ങളെക്കുറിച്ച് ദേവന്മാരോട് ചോദിക്കുകയും അതിനു കാരണം പിതാവായ ദധീചിയുടെ ഗ്രഹനിലയിൽ ശനിക്കുണ്ടായ സ്വാധീനമാണെന്ന് മനസ്സിലാക്കി. പിപലാദൻ ശനിയെ നേരിടാനൊരുങ്ങി. എന്നാൽ ശനിയുടെ നോട്ടം പിപലാദനിൽ ഒരു പ്രഭാവവും ഉണ്ടാക്കിയില്ല. പിപലാദൻ ശനിയെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും തന്റെ ബ്രഹ്മദണ്ഡത്താൽ ശനിയുടെ കാലിൽ ഒരു ചെറിയ അടി കൊടുക്കുകയും ചെയ്തു. അന്നു മുതൽ ശനിയുടെ വേഗത കുറഞ്ഞു. അങ്ങനെ പതിയെ ചലിക്കുന്നവൻ എന്നർത്ഥം വരുന്ന ശനീശ്വരൻ എന്ന നാമം അദ്ദേഹത്തിന് ലഭിച്ചു. പിപലാദ മഹർഷിയോട് ക്ഷമയാചിച്ച ശനീശ്വരനോട് മഹർഷി കുറച്ച് നിബന്ധനകൾ വച്ചു. അവ ഇങ്ങനെയാണ്: 16 വയസ്സിന് താഴെയുള്ളവരെ ശനി ബുദ്ധിമുട്ടിക്കരുത്. ശനിയുടെ സ്വാധീനം ഒരാളിൽ 18 വർഷത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കരുത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലും 30 വർഷത്തിലൊരിക്കൽ മാത്രമേ ശനിയുടെ സ്വാധീനം ഉണ്ടാകാവൂ. ധർമ്മം പിന്തുടരുന്നവരെയും ശിവഭഗവാനെയും ഹനുമാൻ സ്വാമിയെയും ആരാധിക്കുന്നവരെയും മറ്റുള്ളവരെ സഹായിക്കുന്നവരെയും ദരിദ്രർക്ക് ദാനം നൽകുന്നവരെയും ശനിദേവൻ തന്റെ സ്വാധീനത്തിൽ നിന്നും പുറത്താക്കുന്നു. എന്നാൽ ശനിയെ നമ്മൾ ഇപ്പോഴും ദൗർഭാഗ്യത്തിന്റെ സൂചകമായി കണക്കാക്കുന്നു. എങ്ങനെയാണോ ശനി സഹോദരനായ യമൻ മരണശേഷം നമ്മുടെ കാർമ്മിക കടങ്ങൾ തീർക്കുന്നത്, അതേപോലെ ശനീശ്വരൻ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിന് നമ്മെ സഹായിക്കുന്നു.